സാധാരണമായി കാണാത്ത ചില ഫോസിലുകൾ, ഉദാഹരണത്തിന് അമേരിക്കയിലെ അറ്റക്കാമ മരുഭൂമിയിൽ നിന്നും ലഭിച്ച അരയടി മാത്രം നീളമുള്ള ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ അസ്ഥികൂടം അഥവാ അറ്റക്കാമ സ്കെലിട്ടൻ കണ്ടെടുത്ത് അന്യഗ്രഹ ജീവികളുടേതാക്കി ചിത്രീകരിക്കാൻ വ്യഗ്രത കാണിച്ചവരാണ് നമുക്കിടയിലുള്ള ചില ബുദ്ധിജീവികൾ. ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ സാധാരണയിൽ കൂടുതൽ റേഡിയോ പ്രസരണമുള്ളതായി കണ്ടെത്തിയതും അമേരിക്ക പോലുള്ള ചില രാഷ്ട്രങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച കൈവരിക്കാനായിട്ടുണ്ടെന്ന വസ്തുതകളും അതിപുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില ശില്പങ്ങളുടെയും സൗധങ്ങളുടെയും തച്ചുശാസ്ത്ര മികവുകളുമൊക്കെ ചൂണ്ടിക്കാട്ടി അന്യഗ്രഹജീവികൾ അവിടങ്ങളിലൊക്കെ സന്ദർശിച്ചതിനും ആശയം കൈമാറിയതിനുമുള്ള തെളിവുകളായി അവതരിപ്പിക്കാൻ മാത്രം ബുദ്ധിവൈഭവമുള്ളവരും നമുക്കിടയിലുണ്ട്. ചില ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് മാത്രം ഒരു വിഷയം ശാസ്ത്രമാകുകയില്ലെന്ന് ഇത്തരം ആളുകൾ മനസ്സിലാക്കണം. ജന്മവൈകല്യങ്ങളുള്ള ജീവജാലങ്ങളുടെ ഫോസിലുകൾ ഉയർത്തിക്കാണിച്ചും അവയെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങളിൽ ചില ജനിതക രസതന്ത്ര ഭൗതികശാസ്ത്ര പദങ്ങൾ പ്രയോഗിച്ചും പരിണാമവിശ്വാസം ശാസ്ത്രമാക്കി മാറ്റാൻ ശ്രമിച്ചതുപോലെ അന്യഗ്രഹജീവികളെ സംബന്ധിച്ചുള്ള ഭാവനകളും ശാസ്ത്രമാക്കാനുള്ള ചിലരുടെ ശ്രമം അപഹാസ്യമാണ്. ദൂരവും വലിപ്പവും അനുസരിച്ച് നമുക്ക് ഗോചരീഭവിക്കുന്നതും അല്ലാത്തതുമായ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും മറ്റു പല ജ്യോതിവസ്തുക്കളും ഉള്ളതുപോലെ നമുക്ക് ഗോചരീഭവിക്കുന്നതോ അല്ലാത്തതോ ആയ പ്രതികരണശേഷിയുള്ള വസ്തുക്കളായ മനുഷ്യതുല്യം അല്ലെങ്കിൽ അതിലും കൂടിയതോ കുറഞ്ഞതോ ആയ ജീവികളും പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അധിവസിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളല്ല. എൻ്റെ സിദ്ധാന്തത്തെയും അത് ബാധിക്കുകയില്ല. എന്നാൽ പറഞ്ഞ് നക്ഷത്രങ്ങളിൽ പോലും ജീവൻ നിലനിർത്താനാകുമെന്ന തരത്തിലുള്ള ശാസ്ത്രജ്ഞാനം എഴുന്നള്ളിക്കുന്നവരോട് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആത്മാവ്, സ്വർഗം, നരകം ഇത്യാദി സങ്കല്പങ്ങളോട് പുറംതിരിഞ്ഞിരിക്കാൻ എങ്ങനെ സാധിക്കുന്നുവെന്നൊരു ചോദ്യം ഉന്നയിക്കാതിരിക്കാനാകില്ല. ഓരോ ജീവിയും അതിൻ്റേതായ ആവാസമേഖലകളിൽ കഴിഞ്ഞുകൂടാനാണ് താൽപ്പര്യപ്പെടുക. അതിനാണ് അവയ്ക്ക് സാധിക്കുക. അങ്ങനെയാണ് അവയുടെ ശരീരഘടനയും ആന്തരിക പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളുടെ ഉത്ഭവവും അവയുടെ സഫലമായ നിലനിൽപ്പും നേരിയ പരിധിക്കുള്ളിലായി നിലനിൽക്കുന്ന ചില ഭൗതിക രാസിക ചുറ്റുപാടുകളിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യരും ഭൂമിയിലുള്ളതുപോലുള്ള മറ്റ് ജീവികളും മറ്റെവിടെയെങ്കിലും നിലനിൽക്കണമെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന താപം, മർദ്ദം, ഗുരുത്വാകർഷണ ത്വരണബലവും ഭൂമിയിൽ കാണുന്നതിന് സമാനമായ ഒരു ചെറിയ പരിധിക്കുള്ളിലായി അഥവാ ഗോൾഡിലോക്സ് മേഖലയിൽ നിലനിൽക്കുന്നതായിരിക്കണം. ഭൂമിയിലെ ഇതേ രാസചുറ്റുപാടുകളും ദ്രവത്വം അഥവാ ഫ്ലൂയിഡിറ്റിയും ചേർന്നു വരേണ്ടതും ആവശ്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സൂപ്പർ ഫൈൻ കെമിസ്ട്രി മേഖല തന്നെ ആവശ്യം വരുന്നു. ജീവൻ ഉത്ഭവിക്കുന്നതിനും നിലനിൽക്കുന്നതിനും ആവശ്യം വേണ്ടതായ മേൽ വിവരിച്ചതുപോലുള്ള ചുറ്റുപാടുകൾ പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്നതിനുള്ള സാധ്യത സൈദ്ധാന്തികമായി തള്ളിക്കളയാനാകില്ല. എങ്കിലും ലോകത്തിലെ എല്ലാ മനുഷ്യരും എഴുതുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് മത്സര പരീക്ഷയിൽ കൂട്ടത്തിലെ ഏറ്റവും മണ്ടനായ ആൾ 1ാം റാങ്ക് നേടുന്നത് പോലൊരു സാധ്യത മാത്രമേ അതിനുള്ളൂ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത്രയ്ക്കും അനിതര സാധാരണമായ ഒരു ചുറ്റുപാടിൻ്റെ വിശിഷ്ട ഉൽപ്പന്നമായിട്ടാണ് ജീവജാലങ്ങളെ ഞാൻ കാണുന്നത്. തുടരുന്നതാണ്.